കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബീച്ചിൽ വെച്ച് ഭാസ്കരൻ മദ്യപിക്കാൻ ശ്രമിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സുഭാഷിന്റെ അപേക്ഷയെ തുടർന്ന് പോലീസ് താക്കീത് നൽകി അവരെ വിട്ടയക്കുകയാ. ഭാസ്കരന്റെ ഈ പ്രവൃത്തി നിധിക്കും വലിയ വിഷമം ഉണ്ടാക്കുകയാ. ബീച്ചിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഭാസ്കരന്റെ ഈ തെറ്റായ പ്രവൃത്തി ചൂണ്ടിക്കാണിച്ച് വലിയ വഴക്കുകൾ ഉണ്ടാവുന്നു. അച്ഛനെ നിർബന്ധിച്ചു കൂടെ കൂട്ടിയ നിധിയെ സുധീഷും ഹരീഷുമെല്ലാം കുറ്റപ്പെടുത്തുകയാ. താൻ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് അച്ഛനെ കൂടെ കൂട്ടിയതെന്നും എന്നാൽ അത് വലിയ പ്രശ്നമായി മാറിയതിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്നും തന്റെ വിഷമം തുറന്നു പറയുന്ന നിധി ഇനി ഒരിടത്തേക്കും അദ്ദേഹത്തെ കൂടെ കൂട്ടില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാ. പിറ്റേ ദിവസം രാവിലെ നികേഷ് ഉമ്മറത്തിരുന്ന് പഠിക്കുകയാണ്. അപ്പോഴാണ് സുധീഷ് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ കിടക്കുന്ന നിധിയുടെ സ്കൂട്ടി കണ്ട് അവൻ പെട്ടെന്ന് പോയി കീ എടുത്തുകൊണ്ടുവന്ന് അത് ഓടിച്ചു നോക്കുകയാ. ലൈസൻസ് ഇല്ലാത്തതിനാൽ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ വണ്ടി ഇവിടെ ഇങ്ങനെ ഓടിച്ചു കളിക്കുന്നതെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അതും കണ്ടുപിടിച്ചോ, ഇരുന്ന് പഠിക്കടാ എന്ന് അവനെ വഴക്ക് പറഞ്ഞ് സുധീഷ് വീണ്ടും സ്കൂട്ടി ഓടിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. ഉമ്മറത്തിരുന്ന് പഠിക്കുന്ന നികേഷിനോടായി നന്നായി പഠിച്ച് എക്സാമിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ താനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവൾ മുറ്റത്തുകൂടി സ്കൂട്ടി ഓടിച്ച് റൗണ്ട് അടിക്കുന്ന സുധീഷിനെ ശ്രദ്ധിക്കുന്നത്. സുധീഷിനെ ഹലോ എന്ന് വിളിച്ചു നിർത്തി സുധീഷ് എന്താ ചെയ്യുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ബോർ അടിക്കുന്നുണ്ടെന്നും റോഡിൽ വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലെന്നും അതുകൊണ്ടാ വീട്ടുമുറ്റത്ത് ഈ സ്കൂട്ടി ഇരിക്കുന്നത് കണ്ടപ്പോ ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് കരുതിയതെന്നും താൻ ഒരു റൗണ്ട് കൂടി ഓടിക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും വണ്ടിയെടുത്ത് പോവുകയാണ്. പിന്നീട് അവൻ തിരികെ എത്തുമ്പോഴേക്കും സ്ലിപ്പായി വീഴാൻ പോകുന്നത് കാണേ നികേഷും നിധിയും പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട്. അത് കണ്ടവരെ വഴക്കു പറഞ്ഞ് നിധിക്ക് വേണ്ടി വാങ്ങിച്ച വണ്ടിയല്ലേന്നും എപ്പോഴാ നിധി ഈ വണ്ടി ഓടിക്കുന്നതെന്നും സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒരാഴ്ച കൂടി കഴിയട്ടെ, പിന്നീട് താൻ വണ്ടി എടുത്തു പോകുമെന്ന് നിധി പറയേ. നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നും നിധി ഡാഡിയുടെ ലിറ്റിൽ പ്രിൻസസ് ആണെന്നും ഒരിക്കലും നിധി വണ്ടി ഓടിക്കില്ലെന്ന് തനിക്കറിയാമെന്നും സുധീഷ് പരിഹസിക്കുന്നത് കേൾക്കെ തനിക്ക് ലൈസൻസ് ഇല്ലെന്നും ലൈസൻസ് കിട്ടിയതിനു ശേഷം താൻ ഓടിക്കുമെന്ന് നിധി വീണ്ടും പറയും. ലൈസൻസ് എല്ലാം വളരെ ഈസിയായി കിട്ടുമെന്നും പക്ഷേ നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ എന്നും പറഞ്ഞ് സുധീഷ് വീണ്ടും പരിഹസിക്കുകയാണ്. ഏട്ടത്തിക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് നികേഷ് പറയുന്നുണ്ടെങ്കിലും വെറുതെ കോമഡി പറയാതെയെന്നും ഇത്രയും ദിവസം ഈ വണ്ടി ഇവിടെ ഉണ്ടായിട്ടും ഒരു ദിവസമെങ്കിലും നിധി അതെടുത്ത് ഓടിച്ചില്ലല്ലോ എന്നും അന്ന് പ്രാക്ടീസിനായി ഓടിച്ചതിൽ പിന്നെ ആ വണ്ടിയിൽ തൊട്ടിട്ടേ ഇല്ലെന്നും സുധീഷ് പരിഹസിക്കേ താനിപ്പോ വണ്ടി ഓടിച്ചു കാണിച്ചു തന്നാൽ ഈ പരിഹാസം നിർത്തുമല്ലോ എന്ന് നിധിയും ചോദിക്കുകയാണ്. വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കേട്ടത്തി എന്ന് നികേഷും പറയേ. വണ്ടി താൻ ഓടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിധി റെഡിയായി വരുമ്പോഴേക്കും സുധീഷും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുത്ത് അവളോട് വണ്ടി എടുക്കാനായി പറയുക. സുധീഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അവൾ ധൈര്യത്തോടെ വണ്ടിയിലേക്ക് കയറി ഇരിക്കുന്നുണ്ടെങ്കിലും പേടിയോടെ അവൾ സുധീഷിനോട് തന്റെ പുറകിലിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. സുധീഷും വിശ്വസിക്കാനാവാതെ എന്നോട് തന്നെയാണോ എന്ന് ചോദിക്കെ അതെ എന്ന് നിധിയും. ഏടത്തി ഞാൻ വേണമെങ്കിൽ പുറകിലിരിക്കാമെന്ന് നികേഷ് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും തനിക്ക് പഠിക്കാനുള്ളത് കൊണ്ട് കൂടെ വരാൻ ഒക്കില്ലെന്ന് നികേഷും പറയുകയാണ്. തനിച്ചോടിക്കാൻ തനിക്ക് പേടി തോന്നുന്നെന്ന് നിധി പറയേ തനിക്ക് വേറെ ജോലിയൊന്നുമില്ലെന്നും താൻ പുറകിലിരിക്കാമെന്നും നിധിയുടെ കയ്യിൽ നിന്ന് വണ്ടി മറിഞ്ഞ് കൈയും കാലും ഒടിഞ്ഞാലും താൻ കൂടെ വരാമെന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടെ അവളുടെ പുറകിലേക്ക് കയറിയിരിക്കുക. നിധി സുധീഷിനെയും പുറകിലെടുത്തി വണ്ടി ഓടിക്കുമ്പോഴേക്കും നികേഷും സന്തോഷത്തോടെ ആ കാഴ്ചയെ നോക്കിയിരിപ്പാ. നിധിയുടെ കൂടെയുള്ള യാത്ര പ്രണയത്തോടെ ആസ്വദിക്കുക സുധീഷും. പിന്നീട് നിധിയും നികേഷും ഒരുമിച്ച് കോളേജിലേക്കും ഓഫീസിലേക്കും ഇറങ്ങുകയാ. നികേഷിനോട് കോളേജിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിധി റോഡിലൂടെ നടക്കുന്നതിനിടയിലാണ് റോഡരികിൽ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കുകയായിരുന്ന അഖിൽ അവരെ ശ്രദ്ധിക്കുന്നത്. അവൻ ഫ്രണ്ട്സിനെയും കൂട്ടി അങ്ങോട്ട് ചെന്ന് നികേഷിനെയും നിധിയെയും വഴി തടയുകയാ. എന്തു വേണം നിനക്കെന്ന് നിധി ചോദിക്കേ തന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നപ്പോ വലിയ പ്രകടനമായിരുന്നല്ലോ. ആ വീട്ടിൽ നീ താമസിക്കുന്നത് നാട്ടുകാർക്കെല്ലാം അത്ഭുതമാണ്. തടിമാടന്മാരായ 5 ആണുങ്ങളുള്ള വീട്ടിൽ നീ താമസിക്കുന്നു. അപ്പോ തന്നെ അറിയാലോ നീ എത്തരക്കാരിയാണെന്ന് എന്ന് അഖിൽ അവളെ പരിഹസിക്കുന്നത് കേൾക്കെ നികേഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ആരുടെ മുഖത്ത് നോക്കിയാ നിങ്ങൾ ഈ പറയുന്നത്? അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടുമെന്ന് പറഞ്ഞ് നികേഷ് അഖിലിന്റെ നേരെ ചെല്ലുമ്പോഴേക്കും അവനെ പിടിച്ചു തള്ളുകയാ അഖിൽ. നിധി ഓടിച്ചെന്ന് നികേഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും കൊന്നു കളയും ഞാൻ എന്ന് പറഞ്ഞ അഖിലും അവന്റെ നേരെ വിരൽ ചൂണ്ടുകയാ. 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലാണോ ഇവൾ താമസിക്കുന്നത് എന്ന് അഖിലിന്റെ ഫ്രണ്ട്സ് അവനോടായി ചോദിക്കുകയാ. അതെ, ഇവളുടെ വീട്ടിൽ 5 ആണുങ്ങളാ താമസിക്കുന്നത്. ഇവന്റെ അച്ഛൻ കൊലക്കേസിലെ പ്രതിയാ. ഇവനും ഇവന്റെ അച്ഛനും പിന്നെ 3 ചേട്ടന്മാരും. അങ്ങനെ റൗഡികളായ 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഇവളെപ്പോൾ ഒരുവൾ താമസിക്കുമായിരിക്കും. പക്ഷേ എന്റെ അനിയത്തിയെ അങ്ങോട്ട് വിടാൻ കഴിയില്ല എന്ന് പറയാൻ നികേഷും ദേഷ്യത്തോടെ ഏടത്തിയുടെ മുഖത്ത് നോക്കി നീ എന്തൊക്കെയാടാ പറയുന്നത്
എന്ന് ചോദിച്ച് അവന്റെ നേരെ ചെല്ലുമ്പോഴേക്കും നിധി അവനെ പിടിച്ചുമാറ്റി അഖിലിനോടായി ചോദിക്കുകയാണ്, എത്ര മര്യാദ കിട്ടാ നീ സംസാരിക്കുന്നത്? നിനക്ക് വിദ്യാഭ്യാസമില്ലേ? നാണമുണ്ടോ നിനക്ക്? അവരെല്ലാം റൗഡികളാണെന്നോ നീ കണ്ടോ എന്നവൾ ചോദിക്കേ. അതിപ്പോ കാണാൻ എന്താ, അത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. നാട്ടുകാരെ പലതും പറയുന്നുണ്ടല്ലോ ആ വീടിനെ കുറിച്ച് എന്ന് അഖിൽ പറയേ. നാട്ടുകാർ പറയുന്നതെല്ലാം സത്യമാവുമോ? നീയൊക്കെ തന്നെയാ റൗഡികൾ. റോഡിലൂടെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയോട് അത്രയും മോശമായല്ലേ നിങ്ങൾ സംസാരിച്ചത്? നിന്നെ പോലെ എന്റെ വീട്ടിലുള്ള ഒരാളും ഇങ്ങനൊരു പെൺകുട്ടിയോട് മര്യാദ കെട്ട് സംസാരിക്കാറില്ല. നിങ്ങളൊക്കെ തന്നെയാടാ റൗഡികൾ എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അഖിലും ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി, നീ മിണ്ടരുത്, നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ 5 ആണുങ്ങളുടെ കൂടെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടോ? ആരുമില്ല, നീയാണ് ആദ്യത്തേതും അവസാനത്തേതും. അതുകൾക്ക് അഖിലിന്റെ ഫ്രണ്ട്സും പരിഹാസത്തോടെ ചിരിക്കുകയാണ്. എടാ നീ കൂടുതൽ ഓവറാകുന്നുണ്ട് എന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും അഖിലിന് നേരെ ചെല്ലുമ്പോഴേക്കും നിധി അവനെ പിടിച്ചുമാറ്റി, നീ ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറയേ. എടത്തി, ഇവന്മാർ ഏടത്തിയെ കുറിച്ച് സംസാരിച്ചത് കേട്ടില്ലേ എന്ന് നികേഷും ചോദിക്കുക. നീ അടങ്ങി നിൽക്ക് നികേഷേ, ഇവരൊക്കെ മാനം കെട്ടവരാ. ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാർക്ക് എന്തും വിളിച്ചു പറയാം. നമ്മളും അതുപോലെ ആവാൻ പാടില്ല. വന്നേ എന്ന് പറഞ്ഞ് നികേഷിനെ പിടിച്ചു വലിച്ച് നിധി അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാ. അവർ പോകുന്നത് നോക്കി ചിരിയോടെ നിൽപ്പ അഖിലും കൂട്ടരും. ദേഷ്യത്തോടെ അവര് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിധിയുടെ കൂടെ പോവുകയാ നികേഷും. പിന്നീട് നികേഷ് നിധിയോടായി, എഴുതി എന്തിനാ അവന്മാരെ വെറുതെ വിട്ടത്? എന്തൊക്കെ അവന്മാർ പറഞ്ഞത്? ഒരടിയെങ്കിലും കൊടുക്കണമായിരുന്നു എന്നവൻ പറയേ. നികേഷെ, നീയൊന്ന് അടങ്ങ്, കുറച്ച് വെള്ളം കുടിക്കുന്ന നിധി പറയുന്നുണ്ടെങ്കിലും വെള്ളമൊന്നും എനിക്ക് വേണ്ട. എന്തിനാ എഴുതി എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നത്? അവന്റെ ആ സംസാരത്തിന് പല്ലടിച്ച് താഴെ വീഴ്ത്തണമായിരുന്നു എന്ന് നികേഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ആ തടിമാഴന്മാരോട് അടിയുണ്ടാക്കിയ അവർ നിന്നെയും തിരിച്ചു തല്ലും എന്ന് നിധി പറയേ. എഴുത്തിക്ക് വേണ്ടി തല്ലുകൊള്ളാൻ ഞാൻ റെഡിയാ. എഴുതിയെക്കുറിച്ചും നമ്മുടെ വീടിനെ കുറിച്ചും അത്രയ്ക്കും മോശമായല്ലേ അവർ സംസാരിച്ചത്? അവനിട്ട് ഒന്നെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എന്റെ മനസ്സൊന്നു തണുത്തേ എന്ന് നികേഷ് പറയേ. നികേഷേ, നീ അടിച്ചിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായി. നാട്ടുകാരെല്ലാം കൂടും. അവര് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ വീണ്ടും വിശദീകരിച്ച് സംസാരിക്കും. അത് വേണോ എന്ന് നിധി ചോദിക്കേ. അതുകൊണ്ട് അവര് വെറുതെ വിടണമെന്നാണോ എഴുതി പറയുന്നേ എന്ന് നികേഷും ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതെല്ലാം സത്യമാവുമോ? ഞാൻ അവരെ വഴക്കു പറഞ്ഞല്ലോ, ഇനി നീ ആ ടോപ്പിക്ക് വിട എന്ന് നിധി പറയേ. ഇല്ല എടത്തി, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇത് ഉറപ്പായും സുധീഷ് ഏട്ടനോട് പറയും. സുധീഷ് ഏട്ടൻ ഇതറിഞ്ഞാൽ അവന്മാരുടെ പല്ലടിച്ചു താഴെ ഇടും എന്നവനും ദേഷ്യത്തോടെ പറയുകയാ. നിധിയും ആകെ പരിഭ്രമത്തോടെ ഇക്കാര്യം വീട്ടിൽ ആരെയും അറിയിക്കരുതെന്ന് പറയുകയാ. ഏട്ടത്തിയെക്കുറിച്ച് അവരെന്തൊക്കെയാ പറഞ്ഞത്? ഞാനത് മറച്ചു വെക്കണമെന്നാണോ? ഞാൻ ഉറപ്പായും പറയും. സുധീഷ് ഏട്ടനോടും സുഭാഷ് ഏട്ടനോടും ഹരീഷ് ഏട്ടനോടും എല്ലാം പറയും എന്നവൻ ഉറപ്പിച്ചു പറയേ. നികേഷേ, ആരോടും പറയില്ലേടാ എന്ന് നിധിയും. ഏട്ടത്തി, ഇവന്മാർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഇനി ഇവന്മാർ ഒരു പെണ്ണിനെയും ഇതുപോലെ പരിഹസിക്കരുത്. ഏട്ടത്തി എന്തിനാ എന്നെ പിടിച്ചു വലിച്ചോണ്ട് വന്നത്? അവർ പരിഹസിച്ചു ചിരിക്കുന്നത് കണ്ടില്ലേ? ഒരടിയെങ്കിലും അവനിട്ട് കൊടുക്കണമായിരുന്നു എന്ന് നികേഷ് ദേഷ്യത്തോടെ പറയേ. അവനോട് റിലാക്സ് ആവാനായി പറയുകയാ നിധി. എങ്ങനെ റിലാക്സ് ആവാനാ? ഏടത്തിക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേ എന്നവൻ ചോദിക്കേ. എനിക്കും ദേഷ്യമുണ്ട്. ഇതുപോലുള്ള റൗഡികൾ റോഡിൽ കിടന്ന് പലതും വിളിച്ചു പറയും. അതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയല്ലല്ലോ എന്ന് നിധി. ഏടത്തി അവരെന്തൊക്കെയാ പറഞ്ഞത്? എന്നിട്ടും അവരെ വെറുതെ വിട്ടത് എന്തിനാ എന്ന് നികേഷ് വീണ്ടും ചോദിക്കേ. നികേഷേ, നീ ആദ്യം ഈ കാര്യം വീട്ടിൽ പറയില്ലെന്ന് പറ എന്നവൾ പറയേ. ഇല്ല ഏട്ടത്തി, ഞാൻ അത് പറയുമെന്ന് നികേഷ് വീണ്ടും ഉറപ്പിച്ചു പറയേ. നികേഷേ, നീ ഈ കാര്യം വീട്ടിൽ പറയാൻ പാടില്ല. വീട്ടിൽ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. സുധീഷിന്റെ ദേഷ്യം നിനക്കറിയില്ല. പോലീസ് സ്റ്റേഷനിലും കയറി ലൈസൻസും ജോലിയും ഒന്നും ഇല്ലാതെ ഇരിപ്പ. ഇക്കാര്യം അറിഞ്ഞാൽ സുധീഷ് അവരെ വെറുതെ വിടില്ല. പിന്നീട് തമ്മിൽ അടിയായി കോർട്ട് കേസ് എന്നൊക്കെ തുടങ്ങി സുധീഷിന് ലൈസൻസ് കിട്ടാൻ താമസിക്കും. ആ വൃത്തികെട്ടവന്മാര് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതി നമ്മുടെ ജീവിതം നശിപ്പിക്കണം. ഇത് സുധീഷ് അറിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ എല്ലാം നടക്കും. അത് സുധീഷിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കും. ഹരീഷിനെ കുറിച്ചും അറിയാലോ, അവൻ വലിയ ദേഷ്യക്കാരനാ. പറയുന്നവര് പറയട്ടെ, സത്യം എന്താണെന്ന് നമുക്കറിയാലോ. നിനക്ക് നിന്റെ ചേട്ടന്മാരെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക. ഇനിയും തമ്മിൽ വഴക്കുണ്ടായാൽ നാട്ടുകാർ ഇതെല്ലാം അറിയും. വീണ്ടും പോലീസ് കേസായാൽ അത് സുധീഷിനെയാണ് ബാധിക്കുക. ദേഷ്യത്തോടെ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. ഒന്ന് മനസ്സിലാക്കുന്നേ പ്ലീസ് എന്ന് നിധി പറയേ. നികേഷ് ഒന്നും മിണ്ടാതെ നിൽപ്പാ. എന്താ നികേഷ്, നീ പറയില്ലല്ലോ അല്ലേ എന്ന് നിധി വീണ്ടും ചോദിക്കും. ഇല്ല എടുത്തി, ഞാൻ പറയില്ലെന്ന് നികേഷും. ഇവനൊരു റൗഡിയല്ലേ. നമ്മളോട് അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാലാ നമുക്ക് വിഷമമാവുക. അവൻ പറഞ്ഞത് കേട്ട് എനിക്കൊരു വിഷമവുമില്ല. നീ അത് വിട്ടേക്കെന്ന് നിധി പറയേ. ഓക്കെ എടുത്തി, ഞാൻ പറയില്ല. എനിക്ക് അവനോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല. ചേട്ടന്മാരെ അറിയിച്ചാൽ അവനെ വെറുതെ വിടില്ല. അത് പിന്നെ വലിയ പ്രശ്നമാവും. എഴുതി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയില്ല എന്നവൻ പറയേ. നികേഷേ, നീ ഇനി അത് വിടെന്ന് നിധിയും.
സുധീഷ് ഡൈനിങ് ഹാളിലെ ചെയറിൽ ഓരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു പ്ലേറ്റിൽ ചോറുമായി പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് വന്ന് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം ശബ്ദമുണ്ടാക്കി ആസ്വദിച്ച് കഴിക്കുമ്പോഴേക്കും സുധീഷിന് അത് ഇഷ്ടമാവുന്നില്ല. അവൻ ദേഷ്യത്തോടെ ഒന്ന് ശബ്ദമുണ്ടാക്കാതെ കഴിച്ചൂടെ, ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് കാണാൻ വയ്യെന്ന് അവൻ പറയും. നിനക്ക് കാണാൻ വയ്യെങ്കിൽ തിരിഞ്ഞിരിക്കെ, അല്ലെങ്കിൽ എഴുന്നേറ്റ് വെളിയിൽ പോയെന്ന് അച്ഛനും. പിന്നീട് അച്ഛൻ വേസ്റ്റ് തറയിലിടുമ്പോഴേക്കും സുധീഷ് അതിനെ ചോദ്യം ചെയ്യുകയാ. താൻ ഇട്ട വേസ്റ്റ് താൻ തന്നെ ക്ലീൻ ചെയ്യാറുണ്ടെന്നും അല്ലാതെ നീ അല്ലല്ലോ അത് ക്ലീൻ ചെയ്യാറെന്നും അച്ഛനും ചോദിക്കുകയാ. അല്ല, നീ എന്താ ഇവിടെ വെറുതെ ഇരിക്കുന്നത്? ഓ, ജോലി പോയല്ലോ അല്ലേ എന്ന് ചോദിച്ചച്ഛൻ പരിഹസിച്ചു ചിരിക്കുമ്പോഴേക്കും സുധീഷിനും ദേഷ്യം വരികയാ. നിങ്ങൾ പിന്നെ കളക്ടർ ജോലിക്കാണല്ലോ പോയിരുന്നത്, എന്റെ ജോലി ഇപ്പോഴല്ലേ പോയത്. നിങ്ങൾ ഒരുപാട് കാലമായി ജോലിയില്ലാതെ ഇവിടെ ഇരിക്കല്ലേ. സാധാരണ നിങ്ങൾ ഈ സമയത്ത് വീട്ടിലേക്ക് വരാറില്ലല്ലോ. എപ്പോഴും ആ ചായക്കടയിലിരുന്ന് ഓരോരുത്തരുമായി വഴക്കുണ്ടാക്കാറല്ലേ പതിവ്. വീട്ടിൽ വന്ന് വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്ന് സുധീഷ് പറയേ. എടാ സുധീഷേ, ഇത് എന്റെ വീടാ. ഞാൻ എപ്പോ വേണേലും വരും, എപ്പോ വേണേലും പോവും. നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്, സ്റ്റുപ്പിഡ് ഇഡിയറ്റ് കൺട്രി ഫെലോ എന്നൊക്കെ അച്ഛൻ പറയുന്നതുകൾക്ക് സുധീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ഡിവോഴ്സിനായി നിധി സമീപിച്ച വക്കീലിന്റെ കോളായിരുന്നു അത്. ഡിവോഴ്സ് ഫയൽ ചെയ്യണമെന്നും അതിനായി രണ്ടുപേരും നാളെ കോടതിയിലേക്ക് എത്തണമെന്നും വക്കീൽ പറയുന്നതുകൾക്ക് സുധീഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ ഇരിക്കുക. നാളെയോ എന്നവൻ ടെൻഷനോടെ ചോദിക്കേ. അതെ സാർ, നാളെ തന്നെ. നാളെ ജഡ്ജിനെ കണ്ട് അപ്ലൈ ചെയ്യണം. 2-3 ഹിയറിംഗ് വരും, പിന്നീട് കോടതിയിൽ വരണം, അതിനുശേഷം ഡിവോഴ്സും കിട്ടും എന്നവർ പറയുന്നതുകൾക്ക് ഇതൊന്ന് നീട്ടി വെക്കാമോ മാഡം എന്ന് സുധീഷ് ചോദിക്കുക. എനിക്ക് മനസ്സിലായില്ലെന്ന് അവർ പറയേ. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് കുറച്ച് നീട്ടി വെക്കാൻ പറ്റുമോ എന്ന് സുധീഷ് ചോദിക്കുക. എന്തുപറ്റി, നിങ്ങളല്ലേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്, ഇപ്പോ നീട്ടി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു എന്നവർ ചോദിക്കെ. ഇക്കാര്യത്തിൽ തനിക്കൊന്ന് ആലോചിക്കാനുണ്ടെന്ന് സുധീഷും. രണ്ടുപേരും ആലോചിച്ച് ഒരു തീരുമാനം എടുത്തതിനു ശേഷമല്ലേ ഡിവോഴ്സിനായി വന്നത് എന്നവർ ചോദിക്കെ. തനിക്ക് ഡിവോഴ്സ് വേണ്ടെന്നും നിധിയാണ് ഡിവോഴ്സ് ചോദിച്ചതെന്നും സുധീഷ് പറയുന്നുണ്ട്. അന്ന് രണ്ടുപേരും ഒന്നിച്ച് തീരുമാനമെടുത്തല്ലേ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തതെന്ന് അവർ ചോദിക്കും. അതെ മാഡം, പക്ഷേ അവൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതോർത്തിപ്പോ എനിക്കാകെ ടെൻഷനാ എന്നവൻ പറയേ. നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ടെങ്കിൽ അത് നിങ്ങളുടെ വൈഫുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞല്ലേ എന്റെ അരികിൽ വന്ന് ഫോമിലെല്ലാം സൈൻ ചെയ്തു പോയത്. നാളെ അതിന് അപ്ലൈ ചെയ്യാനായി ഞാനും ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ വൈഫുമായി ഒന്ന് സംസാരിക്കും. നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനമെടുത്ത് എന്നെ അറിയിക്കേ. ഓക്കെ എന്ന് പറഞ്ഞ് അവർ കോൾ വയ്ക്കുകയാ. പിന്നീട് സുധീഷ് സുഭാഷ് ഏട്ടനെ കാണാൻ എത്തുകയാ. ആകെ ടെൻഷനോടെ ഇരിക്കുന്ന അവനെ കണ്ട് സുഭാഷ് കാര്യം തിരക്കുമ്പോഴേക്കും അഡ്വക്കേറ്റിന്റെ കോൾ വന്നെന്നും ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാനായി തന്നോടും നിധിയോടും നാളെ കോർട്ടിലെത്താനായി പറഞ്ഞെന്നും സുധീഷ് പറയേ. കോടതിയിലേക്കോ? അപ്പോ നാളെ തന്നെ ഡിവോഴ്സ് ആകുമോ എന്ന് സുഭാഷ് ഏട്ടനും ടെൻഷനോടെ ചോദിക്കുക. നാളെയൊന്നും ഡിവോഴ്സ് ആവില്ല, പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം ഡിവോഴ്സ് കിട്ടും എന്നവൻ പറയുന്നതുകൾക്ക് ടെൻഷനോടെ. എന്തു പറഞ്ഞ് നിന്നെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല സുധീഷേ. നിധി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ നാൾ തൊട്ടേ എനിക്ക് രാത്രിയിൽ ഉറക്കം വരാറില്ല എന്ന് സുഭാഷേട്ടൻ പറയുന്നതുകൾക്ക് എന്നും രാത്രിയിൽ കൂർക്കം വലിച്ചിറങ്ങുന്ന സുഭാഷേട്ടനെ അമ്പരപ്പോടെ നോക്കിയിരിക്കുക സുധീഷും. താൻ നിധിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് സുഭാഷേട്ടൻ പറയേ. അതൊന്നും വേണ്ട സുഭാഷേട്ടാ, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷ് പറയേ. ആകെ വിഷമത്തിലായി സുധീഷ് എന്ന് സുഭാഷേട്ടനും പറയുക. സുധീഷും ദേഷ്യത്തോടെ എനിക്കൊരു ആശ്വാസത്തിനാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ സുഭാഷേട്ടനെ ആശ്വസിപ്പിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മിണ്ടാതിരുന്ന് എന്റെ സങ്കടങ്ങളൊന്ന് കേൾക്ക്. ഇതുവരെ വെയിറ്റ് ചെയ്തതെല്ലാം മതി. ഇനി ഞാൻ നിധിയോട് എന്റെ പ്രണയം തുറന്നു പറയാൻ പോവുകയാണ്. അവളുടെ മനസ്സിൽ എനിക്ക് അവളോട് ഇഷ്ടമില്ലെന്നും ഈ ഡൈവോഴ്സ് കിട്ടാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ടെന്നാ അവള് കരുതുന്നത്. അങ്ങനെയല്ലെന്നും ഞാൻ സത്യമായും അവളെ പ്രണയിക്കുന്നുണ്ടെന്നും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നുമൊക്കെ ഞാൻ അവളോട് പറയാൻ പോവുകയാ. ഇന്ന് വൈകുന്നേരം അവളെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി എന്റെ മനസ്സ് തുറന്നു പറയണം എന്നവൻ പറയുന്നതുകൾക്ക് അമ്പരപ്പോടെ. അങ്ങനെ നീ അവളോട് പറയാൻ പോവുകയാണോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ സുഭാഷേട്ട? ഒരുപക്ഷെ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ അവൾക്ക് എന്നെ ഇഷ്ടമായെങ്കിലോ? ഞാൻ ഇതുവരെ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ അവൾ എങ്ങനെ അറിയും എന്ന് സുധീഷ് പറയേ. അത് കറക്റ്റ് തന്നെയാ സുധീഷേ, നീ ഇതുവരെ നിധിയോട് ഇതൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിധിയോട് ഉറപ്പായും പറയും. അവളുടെ കണ്ണിൽ നോക്കി കല്യാണം എങ്ങനെ നടന്നതാണെങ്കിലും തനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പ്രണയത്തോടെ പറയുമെന്നും അവളത് പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ സന്തോഷമാണല്ലോ. നെഗറ്റീവായൊരു റിപ്ലൈ വന്നാലും പ്രശ്നമൊന്നുമില്ല. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുന്നത് അവളല്ലേ. ഇനി ഡിവോഴ്സ് കിട്ടിയതിനു ശേഷം എന്തുകൊണ്ട് ഇഷ്ടം നേരത്തെ തുറന്നു പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു ചെയ്യും എന്ന് സുധീഷ് ചോദിക്കെ. അതും ശരിയാണ് സുധീഷ് എന്ന് സുഭാഷ് ഏട്ടൻ. ഇന്ന് താൻ ഉറപ്പായും ഇഷ്ടം തുറന്നു പറയുമെന്നും എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാവുമെന്നും സുധീഷ് പറയെ. സുഭാഷിനെയും ജോലിക്കാർ വിളിക്കുന്നുണ്ട്. താൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ അവിടുന്ന് പോവുകയാണ്.
പിന്നീട് വൈകുന്നേരം ആവുമ്പോൾ സുധീഷ് ഒരു ടാക്സിയിൽ നിധിയുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തുകയാണ്. അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴും സുധീഷേ, മനസ്സിനുള്ളത് ഇന്ന് നീ തുറന്നു പറയണം. അവളോട് നീ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ അവൾക്കത് അറിയില്ല. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കേ. വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ സ്വയം ധൈര്യം പകർന്നു നിൽക്കുമ്പോഴാണ് നിധി ദിവ്യയുടെ കൂടെ ജോലി കഴിഞ്ഞിറങ്ങി വരുന്നത്. സുധീഷിനെ ശ്രദ്ധിക്കാതെ അവൾ ദിവ്യയുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു നീങ്ങുമ്പോഴേക്കും സിദ്ധാർത്ഥും ഹോൺ അടിച്ചുകൊണ്ട് തന്റെ കാറിൽ അങ്ങോട്ട് വന്ന് അവരുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അത് കണ്ട് സുധീഷ് സംശയത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി നിധിയെ താൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അത് കേൾക്കെ സുധീഷും ദേഷ്യം കടിച്ചമർത്തി നിൽക്കുമ്പോഴേക്കും താൻ വരുന്നില്ലെന്നും തനിച്ചു പോയിക്കൊള്ളാമെന്നും നിധിയും പറയുക. അത് കേൾക്കെ സുധീഷിനും സന്തോഷമാവുകയാ. താൻ അതുവഴിയാണ് പോകുന്നതെന്നും ഡ്രോപ്പ് ചെയ്യാമെന്നും സിദ്ധാർത്ഥ് വീണ്ടും നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൂടി ഡ്രോപ്പ് ചെയ്യാമെന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. താൻ പോകുന്ന വഴിയിലാണ് നിധിയുടെ വീടെന്നും അതുകൊണ്ടാണ് താൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതെന്നും സിദ്ധാർത്ഥ് പറയുന്നത് കേൾക്കെ സുധീഷ് അങ്ങോട്ട് ചെന്ന് നിധി എന്ന് വിളിക്കുന്നുണ്ട്. സുധീഷ് എന്താ ഇവിടെ എന്ന് നിധി അമ്പരപ്പോടെ ചോദിക്കുക. സാറ് പോയിക്കോ, ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണെന്ന് സുധീഷ് പറയുകയാണ്. നിധി, ഇത് നിന്റെ കസിൻ അല്ലേ, നിന്റെ ഇളയച്ചന്റെ മകൻ ശരിയല്ലേ എന്ന് അവളോടായി ചോദിച്ച് ഹായ് ബ്രദർ, ഹൗ ആർ യു എന്ന് ചോദിച്ച് സിദ്ധാർത്ഥ് ഷെയ്ക്കാൻ നൽകുക. എടമാരത്തലയാ, കസിൻ എന്ന് പറഞ്ഞ ഇളയച്ചന്റെ മകൻ മാത്രമല്ല അമ്മാവന്റെ മകനും കസിനാടാ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് സുധീഷ്. നിങ്ങളുടെ സിസ്റ്ററെ നന്നായി സൂക്ഷിച്ചു കൊണ്ടുപോണേ എന്ന് സുധീഷിന് നിർദ്ദേശം കൊടുത്ത് സിദ്ധാർത്ഥ് തന്റെ കാറുമെടുത്ത് പോവുകയാണ്. ദിവ്യയും സുധീഷിനോട് ഹായ് പറയുമ്പോഴേക്കും അവനും ഹായ് പറഞ്ഞ് താൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് ചോദിക്കുക. ദിവ്യ അത് സംബന്ധിച്ച് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് എന്തിനാണെന്ന് നിധി സുധീഷിനോടായി ചോദിക്കുകയാണ്. തനിക്ക് നിധിയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് സുധീഷും പറയുകയാണ്. എന്താ, വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പാടില്ലാത്ത വിഷയമാണോ എന്ന് നിധി ചോദിക്കേ. അതെ നിധി, കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാ. വീട്ടിലെല്ലാവരും ഉണ്ടാവില്ലേ? അപ്പോ പറയാൻ പറ്റില്ല. എന്താ, എന്റെ കൂടെ വരില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നു. വരാമെന്ന് നിധി സമ്മതിക്കേ. താനൊരു ടാക്സിയിലാണ് വന്നതെന്നും നമുക്ക് ബീച്ചിലേക്ക് പോയാലെന്നും സുധീഷ് ചോദിക്കേ. അവൾ സുധീഷിന്റെ കൂടെ ബീച്ചിലേക്ക് പോവുകയാ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.